കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി 24ാം ദിനത്തിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ എന്ന പരിപാടി നടത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജി രാജശേഖരനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സുഭാഷ് എസുമാണ് കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചത്. ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെയാണ് വായനാക്കളരി നടന്നത്. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഈ 3ന്റെ പട്ടിക അറിയാമോ? 3ന്റെ പട്ടിക ഒന്ന് ചൊല്ലിയേ. എത്ര വരെ ചൊല്ലാൻ പറ്റും? 30 വരെ ചൊല്ലാമോ? 60 വരെ ചൊല്ലാമോ? 1 3 3 2 3 6 3 9 4 3 12 I 3 15. നമ്മളെല്ലാവരും കൂടെ 1 2 3 4 എന്നിങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും. 3 വരുമ്പോൾ 3 എന്ന് പറയരുത്, അതിന് പകരം കൈയടിക്കണം. റെഡിയാണോ? ഒറ്റ കൈ അടിക്കാവൂ. 6 വരുമ്പോൾ 6 എന്ന് പറയരുത്, എന്തു ചെയ്യും? കൈയടിക്കും. 9 വരുമ്പോൾ 9 എന്ന് പറയുമോ കൈയടിക്കുമോ? കൈയടിക്കും. 12 വരുമ്പോൾ 12 എന്ന് പറയുമോ കൈയടിക്കുമോ? ശരി, ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയാൻ പോവാണ്. റെഡി? ഒറ്റ പ്രാവശ്യമേ അടിക്കാവൂ. റെഡിയല്ലേ? റെഡി? തുടങ്ങാമല്ലോ, എണ്ണി തുടങ്ങാമല്ലോ. 1 എണ്ണിക്കോളൂ. നിർത്തി. 3 എന്ന് പറയാമോ? പറയാൻ പാടില്ല. 3 എന്ന് പറയാതെ എന്ത് ചെയ്യണം? കൈയടിക്കണം. തെറ്റിയല്ലോ, നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കിയാലോ? ഒന്നുകൂടെ ചെയ്യാമോ? ശരി. 1 2 4 5 6 എന്നാരോ പറയുന്നല്ലോ. 6 എന്ന് പറയണ്ട. ഒന്നുകൂടി. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഉറപ്പല്ലേ? ഉഷാറല്ലേ? റെഡി? 1 1 2 3 കൈ കൊട്ടണം. ഓക്കെ? എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് സമുദ്രതീരത്തിലാണ്. നമ്മുടെ ലൈബ്രറിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ, വീട്ടിലല്ലല്ലോ, ഇവിടെയാണല്ലോ. ഓക്കെ, റെഡി? ഞാൻ എണ്ണാം. 1 2 4 5 7 8 10 11 12 13 14 15 15 അടിക്കണ്ടേ? ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഒരുമിച്ച് ഇത് പറയുകയും 1 2 എന്ന് പറയുകയും 3 കൈ അടിക്കുകയും ചെയ്യും. ഉറപ്പല്ലേ? താളം ഇതാണ്: 1 2 3 4 5 6. ഈ താളത്തിൽ പോണം. ഓക്കെ? റെഡി? 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 1 2 3 സ്റ്റാർട്ട്. 1 9 ആരാ പറയണേ? 3 6 9 ഒക്കെ പറഞ്ഞു. എല്ലാവരും ഒരേ കണക്ക്. നമ്മൾ നല്ല കുട്ടികളല്ലേ? നല്ല കുട്ടികളല്ലേ? അപ്പോൾ എല്ലാവരും ഒരേ കണക്ക് പറയണം. റെഡി? 1 4 മനസ്സിലായോ? ഇതുപോലെ ഇത് എണ്ണൽ പട്ടിക പഠിക്കാനുള്ളൊരു സൂത്രൂടാണ് കേട്ടോ. പലർക്കും പറഞ്ഞു കൊടുക്കരുത് ഇതൊന്നും. എല്ലാ കാര്യവും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഞങ്ങൾ മറ്റുള്ള അടുത്തുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. 5ൻ്റെ ഇങ്ങനെ ചെയ്യാം, 2ൻ്റെ ചെയ്യാം, 3ൻ്റെ ചെയ്യാം, 6ൻ്റെ ചെയ്യാം, 7ൻ്റെ ചെയ്യാം, എന്തുകൊണ്ടും ചെയ്യാം. ഓക്കെ? മനസ്സിലായോ കാര്യം? ശരി. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കൂടിയിരിക്കണത്? നന്നായി കളിക്കണം, നന്നായി ചിരിക്കണം, നന്നായി പഠിക്കണം, നല്ല കുട്ടികളായിട്ട് വളരണം. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? കഥ ഇഷ്ടമാണോ നിങ്ങൾക്ക്?
കഥ ഇഷ്ടമാണോ? ഞാൻ ഒരു കഥ പറയാം. ആ കഥ പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാവും നിങ്ങൾക്ക്. പണ്ട് 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 അങ്ങനെയല്ലേ കഥ തുടങ്ങൽ അല്ലേ? ഒത്തിരി കാലം പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് ഒരാഗ്രഹം. എന്താ ആഗ്രഹമെന്നോ? നമ്മുടെ രാജ്യത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നതിന് സംവിധാനങ്ങളുണ്ട്. എങ്കിലും സയൻസ്, എന്താ സയൻസ്? മലയാളം എന്താ? ശാസ്ത്രം. എന്താ ശാസ്ത്രം? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? സയൻസ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രം. അങ്ങനെയാണോ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ അപ്പൂപ്പന്മാർ, അച്ഛൻ, അപ്പൂപ്പൻ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. പണ്ട് ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് ഒരുപാട് ആളുകളുണ്ടായിരുന്നല്ലോ. അവർ കാട്ടിലൊക്കെയല്ലേ ജീവിച്ചിരുന്നേ. അവരവിടെ ഇങ്ങനെ കുറേശ്ശെ കൈകൾ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ തുടങ്ങി. കുരങ്ങിനെ പോലെ നടന്നു, ഉയർന്നു, ഇങ്ങനെയൊക്കെ വന്ന കഥകളൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോണില്ല. അവരൊരിക്കലും ഒരു കല്ലെടുത്ത് വേറൊരു കല്ലിനെ ഇങ്ങനെ എറിഞ്ഞു. ഒരു കല്ലെടുത്തിട്ട് വേറൊരു കല്ലിനെ ഇങ്ങനെ എറിഞ്ഞപ്പോൾ ആ കല്ലിൽ നിന്ന് ഒരു മഞ്ഞ വെളിച്ചം കണ്ടു. ഒരു മഞ്ഞ വെളിച്ചം. എന്തായാലും പറയുക? തീ. അതാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കണ്ടുപിടുത്തം. ഒറ്റേറി വലിയ കണ്ടുപിടുത്തമാണത്. ഒരു കല്ല് മറ്റൊരു കല്ലിലേക്ക് എറിഞ്ഞപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ ഒരു സാധനം ഉണ്ടായി വന്നു. അത് തീയാണ്. ആ തീയാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെ വലുതായിട്ട് മാറ്റുന്നത്. ഞാൻ അതിലേക്കൊന്നും പോവില്ല. അപ്പം അങ്ങനെ അന്നു മുതൽ ഇന്നു വരെ നമ്മളിങ്ങനെ പഠിച്ചത്, കേട്ടത്, നമ്മൾ ചെയ്തു നോക്കിയത്, ഇതിൻ്റെ എല്ലാം കൂടി ഈ വിജ്ഞാനത്തെയാണ് ശാസ്ത്രമെന്ന് പറയുക. ശാസ്ത്രത്തിന് ചില രീതികളുണ്ട്. അത് പരീക്ഷിച്ച് നോക്കും, നിരീക്ഷിച്ച് നോക്കും. ആപ്പിളിൻ്റെ മരത്തിൻ്റെ അടുത്ത് ചെന്ന് ഒരാളിങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആപ്പിൾ വന്നിങ്ങനെ തലയിൽ വീണു. ഓർമ്മയില്ലേ കഥ? അപ്പോൾ ആളുകളിങ്ങനെ ആലോചിച്ചു, എടാ ഈ ആപ്പിൾ എന്താ മേലോട്ട് പോകത്തെ? നമ്മളൊരു കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞാൽ കല്ലെന്താ താഴേക്ക് തിരിച്ചു വരുന്നേ? എനിക്കറിഞ്ഞൂടാ, അതൊക്കെ നിങ്ങൾ പഠിച്ചോളൂ. എന്താ ഇവിടെ ആപ്പിൾ ഇങ്ങനെ, തേങ്ങ താഴേക്ക് തന്നെ വരുന്നത് എന്താ? മാങ്ങ താഴേക്ക് തന്നെ വരുന്നത് എന്താ? ആപ്പിള് താഴേക്ക് തന്നെ വരുന്നത് എന്താ? നമുക്കാർക്കും തോന്നിയില്ലല്ലോ. അന്നിങ്ങനെ ഒരാളതിൻ്റെ മൂട്ടിൽ പോയിരുന്നപ്പോൾ അയാൾക്ക് തോന്നി അല്ലേ? ഇങ്ങനെ ഓരോരുത്തരായി ഈ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട്, കണ്ട്, പഠിച്ച്, പരീക്ഷിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന അറിവാണ് ശാസ്ത്രം. നമ്മളെല്ലാം വലിയ ശാസ്ത്രജ്ഞന്മാരാട്ടോ. അപ്പോൾ എൻ്റെ രാജാവിൻ്റെ കഥയിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു. രാജാവിനൊരാഗ്രഹം, നമ്മുടെ രാജ്യത്ത് ശാസ്ത്രകാര്യങ്ങൾ വൃത്തിയായി ചെയ്യാൻ ഒരു ശാസ്ത്രജ്ഞനെ വേണം. ശാസ്ത്രജ്ഞനെ കണ്ടെത്തണം. ഇന്നത്തെ പോലെ അന്ന് ഇങ്ങനെ നോട്ടീസ് അടിച്ചിട്ട് പത്രത്തിലൂടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യും? രാജാവ് 2 ആളുകളെ വിളിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ആ കൊട്ടാരത്തിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ, അതിൽ 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എല്ലാ നാട്ടിലെ എല്ലായിടത്തും പെരുമ്പറ കൊട്ടി അറിയിക്കുക. പെരുമ്പറയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെണ്ട കൊട്ടിയിട്ട് പറയും, നമ്മുടെ രാജ്യത്ത്, സമുദ്രതീരം രാജ്യത്ത് നമുക്ക് ഒരു ശാസ്ത്രജ്ഞനെ വേണം. ശാസ്ത്രജ്ഞനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു മത്സരം സംഘടിപ്പിക്കുന്നു. ആ മത്സരം മെയ് മാസം 19-ാം തീയതി, ഇന്നല്ലേ? ഇന്ന് മെയ് മാസം 19-ാം തീയതി സമുദ്രതീരത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അന്ന് മെയ്യൊന്നും അങ്ങനെ പറയില്ല, ചിങ്ങം, കന്നി, തുല എന്നൊക്കെ പറയുള്ളൂ. അങ്ങനെ രാജ്യത്തെ മുഴുവൻ ആളുകളെയും വിവരം കൊടുത്തു. കേൾക്കുന്നുണ്ടോ മക്കളെ? കേൾക്കുന്നുണ്ടോ? അവിടെ കേൾക്കുന്നുണ്ടോ? രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വിവരം കൊടുത്തു. വിവരം കൊടുത്ത് അവരെല്ലാവരും ഇങ്ങനെ വന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്തിനു വന്നിരിക്കുന്നു? ശാസ്ത്രജ്ഞന്മാരാകാൻ. ആരാകാൻ? അപ്പോൾ നമ്മുടെ സമുദ്രതീരത്തെ ലൈബ്രറിയിലെ ആസ്ഥാന ശാസ്ത്രജ്ഞനാകാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ്.
സമുദ്രതീരം ലൈബ്രറിയിലെ ആസ്ഥാന ശാസ്ത്രജ്ഞനാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും വന്നിരിക്കുകയാണ്. ഞാനാണ് രാജാവ് കേട്ടോ. എൻ്റെ പേര് രാജശേഖരൻ എന്നാണ്. അപ്പോൾ രാജാവുണ്ടല്ലോ അതിനകത്തല്ലേ? അപ്പോൾ രാജാവുണ്ട്, ഞാൻ രാജാവാണ്. അപ്പോൾ ഞാൻ വന്നു, രാജാവാണേ. രാജാവ് വരുമ്പോൾ എങ്ങനെയാണ്? വലിയ ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടിയല്ലേ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ? അപ്പോൾ രാജാവ് വന്നു, അപ്പോൾ എല്ലാവരെയും കണ്ടു. എന്നിട്ട് രാജാവ് പറയാൻ പോവാണ്. പറയട്ടെ, നമ്മുടെ രാജ്യത്ത്, ഇനി രാജാവാണേ പറയുന്നേ, ഞാനല്ല കേട്ടോ, രാജശേഖരനല്ല പറയാൻ പോണേ, രാജാവ് പറയണേ. നമ്മുടെ രാജ്യത്ത് നമുക്കൊരാസ്ഥാന ശാസ്ത്രജ്ഞനെ വേണം. നമ്മുടെ നാട്ടിൽ വലിയ പെരുമ്പറ കൊട്ടി എല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇന്നാണ് ആസ്ഥാന ശാസ്ത്രജ്ഞനെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ദിവസം. നിങ്ങളെല്ലാവരും ആസ്ഥാന ശാസ്ത്രജ്ഞന്മാരാകാൻ വേണ്ടി എത്തിയവരാണെന്ന് നാം കരുതുന്നു. ആസ്ഥാന ശാസ്ത്രജ്ഞനെ തിരഞ്ഞെടുക്കുന്നതിന് നാം ഒരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം തരുന്നയാളിനെ നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തിൻ്റെ ആസ്ഥാന ശാസ്ത്രജ്ഞനായി നിയമിക്കും. ചോദ്യം ഇതാണ്. ചോദ്യം പറയട്ടെ. ദേ ആ ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. രാജാവാണ്, തലവെട്ടിക്കളയും. റെഡിയല്ലേ? ഇപ്പം ഞാൻ കിങ്കരനെ വിടും, എന്നിട്ട് തലവെട്ടിക്കളയും. ശാസ്ത്രജ്ഞന്മാരാവാൻ റെഡിയാണോ? ചോദ്യം കേട്ടോളൂ. ചോദ്യം പറയട്ടെ. ചോദ്യം ഇതാണ്. ആസ്ഥാന ശാസ്ത്രജ്ഞനായി തിരഞ്ഞെടുക്കുന്ന ഒരാളിന് നമ്മൾ ഇവിടുത്തെ ലൈബ്രറിയുടെ ആസ്ഥാന ശാസ്ത്രജ്ഞനായി പ്രഖ്യാപിക്കും കേട്ടോ. അപ്പോൾ അത് ലൈബ്രറി ഇതാണ്ട് നമ്മുടെ ചേട്ടൻ ഇവിടെ ഉണ്ട്, അദ്ദേഹം വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു തരും. ചോദ്യം ഇതാണ്. നാം ഒരേപോലെയുള്ള 2 പാത്രങ്ങൾ എടുക്കുന്നു. ഒരേപോലെയുള്ള 2 പാത്രങ്ങൾ എടുക്കട്ടോ. 2 പാത്രം എടുത്തു. ഒന്ന് ഇവിടെ വെച്ചു, ഒന്ന് ഇതാ ഇവിടെ വെച്ചല്ലോ. 2 പാത്രത്തിലും നിറയെ വെള്ളമൊഴിച്ചു. എന്തൊക്കെ ചെയ്തു? 2 പാത്രം, ഒരേപോലെയുള്ള 2 പാത്രം, 2 ചരുവം. ആ 2 പാത്രത്തിലും എന്ത് ചെയ്തു? നിറയെ വെള്ളമൊഴിച്ചു. എന്നിട്ട് നമ്മൾ ഇതിനപ്പുറത്ത് ചെറിയ തോടുണ്ടല്ലോ, തോട്ടിൽ ചെറിയ മീനെ കിട്ടത്തില്ലേ? 2 മീനെ പിടിച്ചു. രണ്ട് മീനെ പിടിച്ചു. രണ്ടും ഏതാണ്ട് ഒരുപോലൊക്കെ ഇരിക്കുന്ന മീൻ, അധികം വലിയ മീനല്ലാത്ത 2 മീനെ പിടിച്ചു. ഒന്നിനെ കൊന്നു, ഒന്നിനെ കൊന്നില്ല. ഇത് ചത്ത മീൻ കേട്ടോ, ഇത് ചാവാത്ത മീൻ. ഓക്കെ, ഇവിടെ എന്തോ ഇരിപ്പുണ്ട്? 2 പാത്രം, 2 പാത്രത്തിലും നിറയെ വെള്ളം, 2 മീൻ, ഒന്നിനെ കൊന്നു, ഒന്നിനെ കൊന്നില്ല. അപ്പോൾ ഇത് ചത്ത മീൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു. ഇട്ടു. ഇത് ചാവാത്ത മീൻ പടയ്ക്കുന്നുണ്ട് കേട്ടോ, ചാവാത്ത മീനാണ്. അതിനെ ഈ പാത്രത്തിൽ ഇട്ടു. അല്ല, ഓക്കെ അല്ലേ? 2 പാത്രങ്ങൾ, 2 പാത്രങ്ങളിലും നിറയെ വെള്ളം, 2 മീൻ. ആ 2 മീനിൽ ഒന്നിനെ കൊന്നു, കൊന്ന ചത്ത മത്സ്യത്തെ ഒരു പാത്രത്തിലിട്ടു, ചാവാത്ത മത്സ്യത്തെ മറ്റൊരു പാത്രത്തിൽ വിട്ടു. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ചത്ത മത്സ്യത്തെ ഇട്ട പാത്രത്തിലെ വെള്ളം കവിഞ്ഞൊഴുകി. ചാവാത്ത മത്സ്യത്തെ ഇട്ട പാത്രത്തിലെ വെള്ളം കവിഞ്ഞൊഴുകിയില്ല. ചത്ത മത്സ്യത്തെ ഇട്ട പാത്രത്തിലെ വെള്ളം കവിഞ്ഞൊഴുകി, ചാവാത്ത മത്സ്യത്തെ ഇട്ട പാത്രത്തിലെ വെള്ളം കവിഞ്ഞൊഴുകിയില്ല. എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം തരുന്നയാളിനെ സമുദ്രതീരം ലൈബ്രറിയുടെ ആസ്ഥാന ശാസ്ത്രജ്ഞയായി അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനായി പ്രഖ്യാപിക്കും. അയാൾക്കൊരു സമ്മാനവും തരും. കൊടുക്കില്ലേ സെക്കി സാറേ? ഒരു സമ്മാനവും കൊടുക്കും. അത് ഞാൻ കേൾക്കട്ടെ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ പ്രഖ്യാപിച്ച് നമുക്കൊരു സമ്മാനവും തരും.
ഇത് പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു, രാജാവ് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഉത്തരം തരണമെന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ നോക്കി പരിശോധിച്ച് അടുത്തൊരു ദിവസം വന്ന് ഉത്തരം പറഞ്ഞാൽ മതി. ആ ദിവസം ഇന്ന ദിവസവും പ്രഖ്യാപിച്ചു. നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെയാണ് ആ ദിവസം ഒന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം തരുന്നയാളിനെ ആണ് നമ്മൾ എന്താക്കി പ്രഖ്യാപിക്കാൻ പോകുന്നത്? ആസ്ഥാന ശാസ്ത്രജ്ഞനായി അല്ലെങ്കിൽ ശാസ്ത്രജ്ഞയായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾക്ക് ശരിയായ ഉത്തരം പറയാം. ഓരോരുത്തരെ പറയാവൂ. ഓരോരുത്തർ പറയൂ മോളെ. ചത്തുപോയ മീനെയാണ് ഞാൻ ഇട്ടത്. അത് എന്തുകൊണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ആ ചത്ത മീനെ ഇട്ട പാത്രത്തിലെ വെള്ളം മാത്രമേ കവിഞ്ഞൊഴുകിയുള്ളൂ. എന്തുകൊണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ഇരിക്കും. ശരി, അവിടെ പോയി ഉത്തരം പറയൂ. ഉത്തരം പറയുന്നയാൾ ആസ്ഥാന ശാസ്ത്രജ്ഞനാണ് അല്ലെങ്കിൽ ആസ്ഥാന ശാസ്ത്രജ്ഞയാണ്. അവർക്കൊരു സമ്മാനം പ്രത്യേകമായി റിവൽ സിംഗ് സാർ തരും. ചത്ത് അഴുകിപ്പോയത് കൊണ്ടാണോ? ഒഴുകിപ്പോയതോ? ഓ, ഒഴുകിപ്പോയി. അത് ശരി. ചത്തത് ഒഴുകിപ്പോയി, മറ്റത് അതിനകത്ത് ഇങ്ങനെ ഒഴുകാത്തത് കൊണ്ടാണ്. ജീവനില്ലാതെ പറയുമോനെ, ജീവനില്ലാത്തത് കൊണ്ട് വെള്ളം പുറത്തേക്ക് പോയോ? പൊങ്ങിപ്പോയി. മീൻ്റെ ഇത് അവിടെ ഒരാൾ പറയുന്നത് മീൻ ചത്തുപോയപ്പോൾ അതിന് വെയിറ്റ് കൂടിയപ്പോൾ വെള്ളം ചാടി അല്ലേ, വെള്ളം പുറത്തേക്ക് പോയി. ഇനിയും വരട്ടെ, ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രജ്ഞകളും ഒന്ന് പറയൂ, ഉത്തരം പറയൂ. പാത്രത്തിൽ ഊട്ടയുള്ളതുകൊണ്ട്. കേട്ടോ? ചത്ത മീന് വെള്ളത്തിൽ താന്നല്ലേ കിടക്കുന്ന, മോള് പറഞ്ഞോ. അതുകൊണ്ട് വെള്ളം നിറഞ്ഞൊഴുകി, വെള്ളം പുറത്തു പോയി അല്ലേ? അപ്പൊ ചാവാത്ത മത്സ്യോ? പോയില്ല. പോയി. മനസ്സിലായോ? ഒരാൾ പറഞ്ഞത് പാത്രത്തിന് ദ്വാരമുണ്ടായിരുന്നത് കൊണ്ടാണെന്നാണ്. പാത്രത്തിന് ദ്വാരമുണ്ടെങ്കിൽ വെള്ളം താഴേക്കല്ലേ പോവുള്ളൂ, പുറത്തേക്ക് ചാടൂലാലോ. ഇല്ല. വെള്ളത്തില് ചോര. കേട്ടില്ല. ചോര ഉണ്ടായിരുന്നോ? മീൻ്റെ ചോര ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. വെരി ഗുഡ്. പോയി. വെള്ളം പോയി. മീൻ പെടഞ്ഞ് പുറത്ത്. മീൻ പോയില്ലടാ മോനെ. മീൻ പെടഞ്ഞ് വെള്ളം പോയി. മീൻ പെടഞ്ഞപ്പോൾ വെള്ളം പോയി. മനസ്സിലായോ? രാജാവ് ഇനി രാജാവാട്ടോ. ഇത്രയും നേരം രാജശേഖരനായിരുന്നു, ഞാൻ മാറി, ഇപ്പം രാജാവാണ്. അപ്പോൾ രാജാവ് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരെയും പറഞ്ഞു വിട്ടു. അപ്പോൾ ആ പറഞ്ഞ് കേട്ട ആള് വീട്ടിൽ പോയി, എല്ലാ ശാസ്ത്രജ്ഞന്മാരും പോയി ഓരോ പുസ്തകങ്ങളെടുത്ത് ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. നമ്മുടെ ലൈബ്രറിയിൽ പോയി ഫിസിക്സിൻ്റെ പുസ്തകം എടുത്തു, കെമിസ്ട്രിയുടെ പുസ്തകം എടുത്തു, ബയോളജീൻ്റെ പുസ്തകം എടുത്തു, പരിശോധിച്ചു. ക്വാണ്ടം ഫിസിക്സിൻ്റെ പുസ്തകം എടുത്ത് നോക്കി. ഇങ്ങനെ പലതുമൊക്കെ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ പല ഉത്തരങ്ങൾ അവരിങ്ങനെ കണ്ടെത്തി. അതിൽ ഒരാൾ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഒരേപോലെയുള്ള 2 പാത്രങ്ങൾ എടുത്തു, നിറയെ വെള്ളം ഒഴിച്ചു. അടുത്ത കുളത്തിൽ പോയി 2 മീനെ പിടിച്ചോണ്ട് വന്നു. ഒന്നിനെ കൊന്നു, ഒന്നിനെ കൊന്നില്ല. ചത്ത മത്സ്യത്തെ രാജാവ് പറഞ്ഞതുപോലെ ഒരു പാത്രത്തിലിട്ടു, ചാവാത്ത മത്സ്യത്തെ ഒരു പാത്രത്തിലിട്ടു. അപ്പോൾ 2 പാത്രത്തിലെയും വെള്ളം കവിഞ്ഞൊഴുകി. അപ്പോൾ അയാൾക്ക് സംശയമായി. രാജാവ് കള്ളം പറയില്ലല്ലോ, തെറ്റ് പറയില്ലല്ലോ, ഒന്നുകൂടി ചെയ്തു നോക്കി. 2 പാത്രത്തിലെയും വെള്ളം കവിഞ്ഞൊഴുകുന്നു. സംശയമായി, കൺഫ്യൂഷനായി അല്ലേ, കൺഫ്യൂഷ്യസ് ആയി. ഒന്നുകൂടി ചെയ്തു നോക്കി, അപ്പോഴും 2 പാത്രത്തിലെയും വെള്ളം കവിഞ്ഞൊഴുകി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി 2 പാത്രത്തിലെയും വെള്ളം കവിഞ്ഞൊഴുകും. അയാളും വന്നിരിപ്പുണ്ട്. രാജാവ് വിളിച്ചു കൂട്ടിയ 2ാമത്തെ ദിവസം വന്നിരിപ്പുണ്ട്. അപ്പോൾ പല ശാസ്ത്രജ്ഞന്മാരും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. അയാൾ എഴുന്നേറ്റിട്ട് അവസാനം പറഞ്ഞു, രാജാവേ, നമുക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. അങ്ങയുടെ ചോദ്യം തെറ്റാണ്. നമ്മുടെ ചോദ്യം തെറ്റോ? രാജാവ് ക്ഷുഭിതനായി ദേഷ്യപ്പെട്ടു. അമ്മയുടെ ചോദ്യം തെറ്റോ? ആരെവിടെ?
എന്നൊക്കെ പറഞ്ഞു ഓളൊക്കെ എടുത്ത് ഇങ്ങനെ വരട്ടിയൊക്കെ വെച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങയുടെ ചോദ്യം തെറ്റാണ്. ഞാൻ വീട്ടിൽ പോയി 2 പാത്രമെടുത്ത് 2 പാത്രത്തിലും അങ്ങ് പറഞ്ഞതുപോലെ ഇതെല്ലാം ചെയ്തപ്പോൾ 2 പാത്രത്തിലെയും വെള്ളം കവിഞ്ഞൊഴുകി. അതുകൊണ്ട് അങ്ങയുടെ ചോദ്യം തെറ്റാണ്. രാജാവ് അദ്ദേഹത്തിൽ സംപ്രീതനായി. രാജാവ് പറഞ്ഞു, ശരിയാണ്, നിങ്ങളാണ് ഈ നാട്ടിലെ ശാസ്ത്രജ്ഞൻ. എന്താ കാര്യം എന്നറിയോ? നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിനകത്തേക്ക് നിങ്ങൾ കൈ മുക്കിയാൽ ആ കൈയുടെ അത്രയും പാകത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ എത്രമാത്രം സ്പേസ് വേണമോ അത്രയും വെള്ളം തള്ളിപ്പോവും. പണ്ടത്തെ കാക്കയുടെ കഥ അറിഞ്ഞൂടെ? കാക്ക ഒരു കുടത്തിനകത്തുള്ള കലത്തിനകത്തോ അടിയിൽ കിടക്കുന്ന വെള്ളം എടുത്തത് എങ്ങനെയാ? ഒരു കല്ലുകൊണ്ടിട്ടു, വെള്ളം ഇച്ചിരി പൊങ്ങി, അടുത്തൊരു കല്ലുകൊണ്ടിട്ടു, വെള്ളം ഇത്തിരിയൂടെ പൊങ്ങി, അങ്ങനെ കല്ലുകൾ കൊണ്ട് നിറച്ച് വെള്ളം മുകളിൽ വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോയ കാക്കയുടെ കഥ നിങ്ങൾക്കറിയാമോ? അതാണപ്പോൾ ഇവിടെയും പത്. ഏതൊരു വസ്തുവിനെ നമ്മൾ വെള്ളത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഈ പാത്രത്തിനകത്തേക്ക് ഇട്ടാലും ആ വസ്തുവിന് ഇരിക്കാനുള്ള ഇടത്തിൻ്റെ വെള്ളം തള്ളിക്കളയും. അത് എങ്കിലേ അതിരിക്കാൻ പറ്റൂ. അപ്പോൾ രാജാവിൻ്റെ ചോദ്യം തെറ്റല്ലേ? അത് പറയാൻ അദ്ദേഹം ചെയ്ത കാര്യം എന്താ? വീട്ടിൽ പോയി ചെയ്തു നോക്കി. മക്കളെ, ഇതാ എനിക്ക് പറയാനുള്ളത്. ഇതിനെയാണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ എസ് അധ്യക്ഷത വഹിച്ചു. ഇത് ഏകദേശം 29 ദിവസമായി. നിങ്ങളറിയുന്നില്ല, ഈ പരിപാടി ലൈബ്രറി കൗൺസിലെ 1 മാസത്തേക്ക് നിശ്ചയിച്ച ഈ പരിപാടി കൃത്യമായി 1 മാസമായി നടന്നു വരുന്ന ലൈബ്രറി, ഇത്തരത്തിലുള്ള ലൈബ്രറി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം മെച്ചപ്പെട്ട നിലയിൽ നിങ്ങൾക്ക് ഈ 29 ദിവസവും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സുകളും മറ്റുമൊക്കെ ഇവിടെ നടന്നു വരികയാണ്. വളരെയേറെ ഗുണപ്രദമായിട്ട് നിങ്ങളത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം തന്നെ ശ്രീകണ്ഠ സാറ് പറഞ്ഞു, ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ പലരുടെയിലും ഉണ്ട്. ഇനി 2 ദിവസമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യുകയും പുതിയ പുസ്തകങ്ങൾ തുടർന്നും നിങ്ങൾ സ്കൂളിലേക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ശരി, ഇവിടെ വന്ന് സ്ഥിരമായി പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോയി വായിക്കുന്ന, ഈ ലൈബ്രറിയുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു രീതി വളർത്തിയെടുക്കണം. സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പുറം വായനയ്ക്കുള്ള ഇവിടെ അവസരമുണ്ട്. അത് നിങ്ങളെല്ലാവരും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടി ഇത്ര മനോഹരമായിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ ഇത്രയും മെച്ചമായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. റുവൽ സിംഗ് അതിന് വേണ്ടിയിട്ട് വളരെ അദ്ദേഹത്തിൻ്റെ തൊഴിൽ തിരക്കിനിടയിലും വളരെ ശ്രദ്ധ ഇക്കാര്യത്തിൽ അദ്ദേഹം കാട്ടിയിട്ടുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള ക്ലാസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നതിലും നിങ്ങളെ കൊണ്ടുപോയി സിനിമ കാണിക്കുന്നതിലും ഒക്കെയുള്ള ഒരു താല്പര്യം അദ്ദേഹം നിങ്ങളോട് ഇത്തരത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ തിരിച്ച് കാണിക്കേണ്ടത് നിങ്ങൾ ഈ ലൈബ്രറിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ സ്ഥിരമായി എടുക്കുകയും പുസ്തകങ്ങൾ സ്ഥിരമായി വായിക്കുകയും, ഇനിയും പരിപാടികൾ വരും. നിങ്ങൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാസത്തിലും ഒക്കെ ഇവിടെ പരിപാടികളുണ്ടാവും. അപ്പോൾ എല്ലാവരും വീണ്ടും എത്തുകയും ഈ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ സമയം കണ്ടെത്തുകയും സജീവമായി ഈ ലൈബ്രറിയെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന 2 പേരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. 2 പേരും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകരാണ്. ശ്രീ ജി രാജശേഖരൻ, അദ്ദേഹം ചാത്തന്നൂർ സ്വദേശിയാണ്. എനിക്കൊരു 40 വർഷമായിട്ട് അറിയുന്ന ഒരാളാണ്. സജീവമായിട്ട് അതിന് മുമ്പായിട്ട് തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നയാളും പരിഷത്തിൻ്റെ കലാജാഥയിൽ അംഗമായിരുന്നിട്ടുള്ളയാളും ഇപ്പോഴും പരിഷത്തിൻ്റെ കലാവിഭാഗത്തിൻ്റെ സംസ്ഥാന സമിതിയുടെ ചെയർമാനും കഴിഞ്ഞ വർഷം നടന്ന കലാപരിപാടി ചിട്ടപ്പെടുത്തുന്നതിലൊക്കെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരാളുമാണ്. നിങ്ങൾക്ക് കുറേയേറെ അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാലവേദിയുടെ പ്രവർത്തക രാഗേന്ദു സ്വാഗതം ആശംസിച്ചു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്ന വായനാ കളരിയുടെ 29ാമത് ദിവസത്തെ പരിപാടികളാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഇന്നത്തെ പരിപാടികളുടെ വിജയത്തിനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്ന എൻ്റെ ചുമതലയിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന സമുദ്രതീരം കുടുംബാംഗമായ ശ്രീകുമാർ സാറിനാണ്. അദ്ദേഹത്തെ സമുദ്ര ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുന്നു.
അടുത്തതായി നമുക്ക് വേണ്ടി ഇന്ന് ക്ലാസുകൾ നയിക്കാൻ എത്തിയിരിക്കുന്നതും ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനുമായ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സർവശ്രീ രാജശേഖരൻ സാറിനാണ്. മേഖലാ ബാലവേദി കൺവീനർ സുഭാഷ് സാറിനുമാണ്. അദ്ദേഹത്തെയും ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ലൈബ്രറി പ്രസിഡന്റും സമുദ്രതീരം ചെയർമാനുമായ റൂവൽ സിംഗ് സാറിനാണ്. അദ്ദേഹത്തെയും ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് സമുദ്ര ലൈബ്രറിയുടെ സെക്രട്ടറിയായ ശ്രീകണ്ഠൻ നായർ സാറിനാണ്. അദ്ദേഹത്തെയും ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കാനുള്ളത് വായനാ കളരിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയാണ്. അവരോരോരുത്തരെയും സമുദ്ര ലൈബ്രറിയുടെയും ബാലവേദിയുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇനി ഇവിടത്തെ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളായ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെയാണ് സ്വാഗതം ചെയ്യുവാനുള്ളത്. അവരെയും ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വായനാകളരിയുടെ പരിപാടികൾ സസൂക്ഷ്മം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സമുദ്ര ലൈബ്രറിയുടെയും ബാലവേദിയുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ആർ ജയചന്ദ്രൻ, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സുഭാഷ് എസ് കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. കരിക്കട്ടയല്ല, ഞാൻ ഇവിടെ ഉപയോഗിച്ചത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. കേട്ടിട്ടുണ്ടോ? എന്തിനൊക്കെ ഉപയോഗിക്കും? പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്തിനൊക്കെ ഉപയോഗിക്കും? എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും, മുറിവൊക്കെ അല്ലേ? അതിൽ നിന്നും ബെറ്ററായിട്ട് വേറൊന്നും ഉപയോഗിക്കും. എന്തിനാണ്? നമ്മളെ കിണറിൽ ഇടത്തില്ലേ, കിണർ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലേ? പിന്നെ മറ്റുള്ള കെമിക്കലായിട്ടുള്ള ഉപകരണമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒഴിച്ചത് എന്താണ്? എണ്ണ എന്നുണ്ട്. എണ്ണ എന്തായിരിക്കും? എണ്ണയാണോ? എണ്ണയല്ല. എന്താണ്? വെള്ളമല്ല. എന്തേ? ഒരാൾ പറയൂ. ഡീസലല്ല. നിർത്തരുത്, അങ്ങനെ അറ്റത്ത് പറയുന്നത്. പറഞ്ഞോളൂ. അതെ, ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഇത് ഗ്ലിസറിനാണ് കേട്ടോ. ഇത് സാധാരണ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ചിലരൊക്കെ അല്ലേ? ചുണ്ടിലൊക്കെ തേക്കാനൊക്കെ മൃദുവാക്കാനൊക്കെ അല്ലേ? ഈ സാധനമാണിത്. ഇതും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചേർന്നാൽ എന്ത് സംഭവിക്കും? ചൂടാവും, ശക്തമായ ചൂടുണ്ടാവും, അവിടെ ഓക്സിജൻ ഉണ്ടാവുന്നു. അപ്പോൾ തീ കത്താൻ വേണ്ടുന്ന അത്രയും ചൂടുണ്ടാവുന്നത് കൊണ്ടാണ് അത് കത്തുന്നത്. അവിടെ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റും കുറച്ച് പഞ്ഞി, തുണിയോ എന്തെങ്കിലും വെച്ചിരുന്നാൽ കത്താൻ ആവശ്യമായ സാധനം പഞ്ഞിയാണ്. അതിന് ഓക്സിജൻ ഉണ്ടാകുന്നു, ശക്തമായ ചൂടും ഉണ്ടാകുന്നു. ആ സമയത്ത് അത് കത്തുന്നു. എന്നിട്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ടിന്ന് ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നതാണ്. നിങ്ങളെ പോലെയാണ്. എന്താ അനുസരിക്കുമോ? അനുസരിക്കും അല്ലേ? അപ്പൊ ശരി, നിൽക്കട്ടെ.
നിൽക്കത്തില്ല, അനുസരിച്ചില്ലേ? അങ്ങോട്ട് പോട്ടെ, അവിടെ നിൽക്കട്ടെ, താഴെ പോട്ടെ നിൽക്കട്ടെ, താഴെ പോട്ടെ നിൽക്കട്ടെ, താഴെ പോട്ടെ, അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, താഴെ പോട്ടെ, താഴെ പോട്ടെ, ഇനി താഴെ പോട്ടെ നിൽക്കട്ടെ, താഴെ പോട്ടെ നിൽക്കട്ടെ, താഴെ പോട്ടെ, ഇത് എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും മനസ്സിലായി എന്താണെന്ന്? കൈ നോക്കി വാ, വാ കൈ വെക്കാൻ വാ, കൈ വാ.
ഒന്നുമില്ല, നിങ്ങളെ പഠിച്ചതാണ്. കേൾക്കില്ല. എന്തുകൊണ്ട്? എന്ത് വേണം? ആരാ ഗോലി ഉണ്ടെന്ന് പറഞ്ഞാ ഗോലി ഇതിനകത്തുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? അതാണ് കാര്യം. എന്ത് സംഭവിക്കുന്നത്? ഞാനൊരു കാണിച്ചതേ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ തുറന്ന് കാണിക്കുമ്പോൾ ഇതിനകത്തൊന്നും തന്നെ ഇല്ല അല്ലേ? ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഞാൻ ഇത് അടയ്ക്കാൻ നേരത്ത് എൻ്റെ കയ്യിലൊരു ഗോലി ഉണ്ടായിരുന്നു. ഒരു ഗോലി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഗോലി നിങ്ങൾ അറിയാതെ അകത്തേക്ക് കിട്ടും. എന്നിട്ടാണ് അടച്ചു പിടിച്ചത്. ഇപ്പോഴും പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കത്തോ? Oh,
അറിയാമോ? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഈ ഗോലിനകത്ത് വീഴുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ഭാരം കൂടൂല്ലേ? പിന്നെന്ത് സംഭവിക്കും? ലൂസായി പിടിക്കുമ്പോൾ ഭാരം പോവുമോ? എന്ത് സംഭവിക്കും? ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്യും? എന്ത് സംഭവിക്കും? അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. ഹർഷണം കേട്ടിട്ടുണ്ടോ? ഹർഷണം, ഫ്രിക്ഷൻ കേട്ടിട്ടുണ്ടോ? ഫ്രിക്ഷൻ എവിടെ കേട്ടു? സ്കൂളിൽ കേട്ടോ? നമ്മൾ സൈക്കിളിൻ്റെ ബ്രേക്ക് പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഹർഷണം ഉണ്ടാകുന്നു, ഫ്രിക്ഷൻ ഉണ്ടാകുന്നു, അല്ലേ? അല്ലേ? അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ അകത്തേക്ക് ഗോലി ഇടുമ്പോൾ ഈ ഗോലിയെ ഈ ചരടിൻ്റെ സൈഡിൽ കൂടി ടൈറ്റ് ചെയ്ത് നിൽക്കും. ഈ ചരട് ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ഗോലി ടൈറ്റ് ആകുന്നു. അപ്പോൾ താപ്പോട്ട് പോകത്തില്ല. പക്ഷേ കൈ ലൂസ് ചെയ്യുമ്പോൾ ഗോലി ഉള്ളത് കൊണ്ട് ഭാരവും ഉണ്ട്, അല്ലേ? അപ്പോൾ പെട്ടെന്ന് താപ്പോട്ടങ്ങ് പോകും. പക്ഷേ വീണ്ടും ടൈറ്റ് ചെയ്യുമ്പോൾ അവിടെ നിൽക്കും. അവിടെ എന്താ ഉണ്ടായത്? ഫ്രിക്ഷൻ. മാജിക് വല്ലതും ആണോ? മന്ത്രം വല്ലതും ആണോ? ശാസ്ത്രമാണ്. ഫ്രിക്ഷൻ എന്താണെന്ന് പഠിച്ചോ? ഒന്ന് കൈ കണ്ടിട്ടേ. അതന്നെ, വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോൾ സംഭവിക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ് കേട്ടോ, ഫ്രിക്ഷൻ. ഓക്കെ. ഇവിടെയുള്ള ഒരു ടിന്ന്, ഒരു കുപ്പിയാണ് അല്ലേ? ഈ കുപ്പിക്കകത്ത് ചെറിയൊരു കുപ്പി കിടപ്പുണ്ട്. ഇതും ഈ പറഞ്ഞ കണക്കാണ്. ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നതാണ്. അമർത്തി പിടിക്കുമ്പോൾ അതിലെ വെള്ളം ഡിസ്പ്ലേസ് ചെയ്യുന്നു. ആവുന്നു. മർദ്ദം കൂടുമ്പോൾ മുകളിലേക്കും മർദ്ദം കുറയുമ്പോൾ താഴേക്കും പോകുന്നു. എന്താണെന്ന് മനസ്സിലായോ? ഫാസ്കോസിലെ അറിയാവോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടില്ലേ? പഠിച്ചിട്ടുണ്ടല്ലേ? ഓർമ്മയില്ല, അതാ പ്രശ്നം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ദ്രാവകത്തിൽ പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം അതിലെല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. പഠിച്ചിട്ടുണ്ടോ അല്ലേ? അവിടെയും ഇതാണ് സംഭവിച്ചത്. എന്താണ്? ഞാൻ ഈ കുപ്പിയിൽ പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം ഈ ജലത്തിൻ്റെ ജലത്തിൽ പ്രസ് ചെയ്യല്ലേ പെടുന്ന. ഇപ്പോൾ ജലത്തിൻ്റെ ഒരു മർദ്ദം ഉണ്ടാകുന്നു. ഈ മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും?
ഇവിടെ മർദ്ദം പ്രയോഗിക്കുമ്പോൾ ഇവിടെ വെള്ളത്തിനകത്ത് മർദ്ദം ഉണ്ടാകുന്നു. ഇതിന് എയർ വെളിയിൽ പോകാൻ പറ്റുന്നില്ല അല്ലേ? പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഗ്യാപ്പിനകത്തേക്ക് വെള്ളം ഇടിച്ച് വെള്ളമോ വായുവോ ഇടിച്ച് കയറാം. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഭാരം കൂടും. ഭാരം കൂടുമ്പോൾ ഇത് താപ്പോട്ട് പോകുന്നു. ഞാൻ കൈ റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മർദ്ദം കുറയുകയും ഇതിനകത്തുള്ള ജലം അല്ലെങ്കിൽ വായു പുറത്തിറങ്ങുകയും ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇത് മുകളിലോട്ട് പോവുകയും ചെയ്യുന്നു. ക്യാപ്പിൻ്റെ മുകൾ ഭാഗം ഹോളില്ല, അത് ഞാൻ കട്ട് ചെയ്ത് ഹോളാക്കി, ചെറിയൊരു ഹോളിട്ടാക്കി അല്ലേ? ഇതിനകത്ത് ഹോളുണ്ട്, പക്ഷെ അത് വലിയ ഹോളാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് ഒരു ചെറിയ നട്ടിറക്കി വെച്ചു. അകത്തേക്ക് നട്ടിറക്കി വെച്ചു ഇതിന് വെയിറ്റ് കൂട്ടാൻ വേണ്ടി. എന്നിട്ട് ഇതിനകത്തേക്ക് വെള്ളത്തിലിടണം. വെള്ളത്തിലിടുമ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കയറും. വെള്ളം കയറുമ്പോൾ ഇതിന് ഭാരം കൂടും. നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ടേക്കുക. അപ്പോൾ ഇത് താന്ന് പോകും. താന്ന് പോവുകയാണെങ്കിൽ എടുക്കുക, അതിനെ കുറയുക. അപ്പോൾ കുറച്ച് വെള്ളം അങ്ങ് പോകും. അപ്പോൾ ഇതിൻ്റെ ഭാരം കുറച്ച് കുറയും. വീണ്ടും വെള്ളത്തിലിടുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ക്യാപ്പ് ജലത്തിൻ്റെ ഏറ്റവും മുകളിൽ വന്ന് നിൽക്കും, ഇങ്ങനെ ഉയർന്ന്. ആ സമയമാണ് ഇതിന് പറ്റിയ സമയം. അതിൻ്റെ വെയിറ്റ് ഇതുപോലെ എടുത്ത് ഞാൻ കുപ്പിയിലേക്ക് ഇടുന്നു. അപ്പോൾ ഇത് മുകളിൽ നിൽക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു മിനിമം ബാലൻസ് ചെയ്ത് വെയിറ്റ് ഉണ്ട്. എന്നിട്ട് ഞാനിത് അടയ്ക്കുന്നു അല്ലേ? ഞാനിത് അടച്ചു പിടിച്ചു. ഇപ്പം ഇവിടെ ചെറിയൊരു ബസ് കൊടുത്താൽ തന്നെയും ഇപ്പം താപ്പോട്ട് പോകും. എന്തുകൊണ്ടാ? ഇതിനകത്തേക്ക് വെള്ളം കയറി. ഇപ്പോൾ വെയിറ്റ് കൂടിയില്ലേ? മനസ്സിലായോ? ചെയ്യാമല്ലോ. ചെയ്ത് നോക്കുമോ വീട്ടിൽ പോയിട്ട്? ഓക്കെ. ഞാൻ ഒരു ഫണലെടുത്തിട്ടുണ്ട്. ഇതിനെന്താ പറയുന്നത്? ഫണലെന്ന് പറയാം. നിങ്ങൾ വെച്ച് വരുത്തി എന്നൊക്കെ പറയില്ലേ, ചോർപ്പ് എന്നൊക്കെ പറയില്ലേ? ഒരു സാധനം എടുത്തിട്ടുണ്ട്. ഒരു ബാളും ഉണ്ട്. എനിക്ക് ഈ ബാളിനെ ഈ ചോർപ്പിനകത്ത് ചരിച്ചു വെച്ചാലും ഇങ്ങനെ നിൽക്കണം. ഒന്ന് വെച്ച് തരാമോ? ചരിച്ചു വെച്ചാലും വീഴാൻ പാടില്ല. ഒന്ന് വെച്ച് തരാൻ പറ്റുമോ? നോക്കിയേ, ഒരാൾ വാ, ഒരാളൊന്ന് നോക്കിയേ. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ തറയിൽ പോകരുത്. കൈ പിടിക്കരുത്. കൈ പിടിക്കരുത്. വയ്ക്കാം. വയ്ക്കാം. ഓക്കെ. കണ്ടല്ലോ. ഇപ്പം ഇപ്പം കടിച്ചു പിടിച്ച് നിർത്തിയിരുന്നില്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇതൊന്ന് ഊതി തെറിപ്പിച്ച് മേപ്പോട്ട് തെറിപ്പിക്കുക. ഓക്കെ. ബോളിലെ പോട്ടെ. കുറച്ചൂത്. ബാളൊക്കെ തെറിച്ച് പോട്ടെ. ചെറിയ ബാളല്ലേ? ചെറിയ ബാളല്ലേ ഇത്? നോക്ക്. അത് ഊതി നോക്ക്. ഒന്നും ഊതി നോക്ക്. ശക്തിയായിട്ട് ഊതിയേ. പറ്റുന്നില്ല. ഞാനിപ്പോൾ പിടിച്ചില്ല. ഊതില്ല. കൈ അപ്പോഴും സംഭവിച്ചു നോക്കാം. ഒന്നുമില്ല. എന്നോട് കേൾക്കണേ. ഇത് ബോളിന് മുകളിൽ വെച്ചു അല്ലേ? മുകളിലിട്ടു. ഞാൻ ഊതുമ്പോൾ എന്ത് ചെയ്യും? ഏറെ മുകളിലോട്ട് പോകും അല്ലേ? ചലിക്കുന്ന വായുവിന് എന്ത് കുറവുണ്ട്? മർദ്ദം കുറയില്ലേ? അല്ലേ? ആണോ? ചലിക്കുന്ന വായുവിന് അല്ലെങ്കിൽ ചൂടായ വായുവിന് മർദ്ദം കുറവാണ് അല്ലേ? അപ്പോഴത്തേക്കും ഊതുന്നതനുസരിച്ച് അന്തരീക്ഷ വായുവിന് മർദ്ദം കുറയുമോ? ഇല്ല. വായുവിന് മർദ്ദം ഉണ്ട്. ഞാൻ ഊതുമ്പോൾ അപ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കും അല്ലേ? വായു മർദ്ദം കുറച്ച ഭാഗത്തേക്ക് അന്തരീക്ഷ വായു തിരിച്ചു കയറുന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ വാളിനെ തെറിച്ചു പോകാതെ അന്തരീക്ഷ വായു തള്ളി നിർത്തുന്നു, അകത്തേക്ക് തള്ളുന്നു. അവിടെ തെറിച്ചു പോകുന്നത് അല്ല, ഒന്നുമല്ല. ഞാൻ മുകളിലോട്ടോ താപ്പോട്ടോ വെച്ചത് കൊണ്ടാണോ? അല്ല. എന്നാൽ മുകളിലോട്ട് ചൂടുമ്പോൾ
ഊതി വീർപ്പിച്ച ബലൂണിൻ്റെ വീർത്ത ഭാഗം തുറന്നിരിക്കുകയാണ് അല്ലേ, നമ്മൾ ഊതുന്ന ഭാഗം. പക്ഷേ എന്നിട്ടും കാറ്റ് പുറത്തോട്ട് പോകുന്നുണ്ടോ? അത് വീർത്തിനിരിക്കുകയാണ്. എന്തായിരിക്കും കാരണം? കണ്ടോ അത് പരീക്ഷണം കണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കൂ മക്കളെ. പറയടാ മക്കളെ, അറിഞ്ഞൂടാ? അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. കൂട്ടുകാരെ, ഇത് കണ്ടായിരുന്നോ? ഇത് കൊള്ളായിരുന്നോ? ഇതെങ്ങനെയാണെന്നറിയോ? എന്താ സംഭവിച്ചത്? എന്താ ഇവിടെ സംഭവിച്ചത്? ആർക്കെങ്കിലും അറിയാവോ? ബാബി വാ, ബാബാ. ബാ. എന്തായിരിക്കും? തെറിച്ചു പോയെന്നുണ്ടാ? അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ആ കുപ്പിയിൽ ഹോളുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എങ്ങനെ എറിക്കുന്നത്? എവിടുന്ന്? അപ്പോൾ വെള്ളം തെറിക്കാൻ കാരണം എന്താ? എങ്ങോട്ട് പോകുന്നു എയറ്? എവിടുന്ന്? കുപ്പിക്കകത്തുനിന്ന് പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഏറെ പുറത്തോട്ട് പോകുമ്പോൾ വെള്ളം തെറിച്ച് പോകുമോ? അതെന്തുകൊണ്ടാണ്? കാരണം എന്താണ്? ബലൂൺ ഉള്ളതുകൊണ്ടാണ്. വെള്ളം തെറിക്കുന്നത് എന്തുകൊണ്ടാണ്? എയർ എന്ത് ചെയ്യുന്നു എന്നാണ് എറിയുന്നത്. അപ്പോഴേ അതെങ്ങനെ ഈ നമ്മൾ എങ്ങനെ ചെയ്ത് തള്ളുന്നത് പറഞ്ഞോട്ടെ. എന്താ ചെയ്തതെന്ന് പറഞ്ഞോട്ടെ. അവർക്കൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. ധൈര്യമായിട്ട് പറഞ്ഞോട്. നീ പറഞ്ഞ കറക്റ്റാടാ. പറഞ്ഞു കൊടുക്ക്. നിനക്ക് പറഞ്ഞ് കറക്റ്റാണ്. പറഞ്ഞു കൊടുക്ക്. നീ പറഞ്ഞോ? ബാക്കി ഞാൻ പറഞ്ഞോളാം. കുപ്പിയിലെ ഹോളുള്ളതുകൊണ്ട്. അത്ര പറയുന്നു. 30 ദിവസം നീണ്ടുനിന്ന വായനാ കളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തത്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയായിരുന്നു വായനാ കളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസുകൾ നയിച്ചു. വായനാ കളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്.